ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നിവ നിലവിൽ വന്നതോടെ വിദേശികൾ കൈവശം വച്ചിരുന്ന തോട്ടഭൂമി സർക്കാരിൻ്റെതായി മാറിയെന്നും അത് ഏറ്റെടുക്കണമെന്നുമായിരുന്നു MG രാജമാണിക്യം റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. ഈ വാദം ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീംകോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും നിയമ സെക്രട്ടറി VG ഹരീന്ദ്രനാഥ് സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം രാഷ്ട്രീയ ഉടമ്പടികൾ മാത്രമേ റദ്ദാകുകയുള്ളൂ. ഫെറ ആക്ട് അനുസരിച്ച് നടപടിയെടുക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിന് മാത്രമാണ്. ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ 1964 ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരവും ഏറ്റെടുക്കാനാകില്ല. ഈ നിയമപ്രകാരം ഹാരിസന്റേത് ഉൾപ്പെടെ അനധികൃത കയ്യേറ്റങ്ങളല്ലെന്നും കൈവശ ഭൂമി മാത്രമാണെന്നും നിയമ സെക്രട്ടറി വ്യക്തമാക്കുന്നു. പാട്ടഭൂമിയാണെങ്കിൽ അത് റദ്ദാക്കാനും ഏറ്റെടുക്കാനും 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് സർക്കാരിന് കഴിയും. എന്നാൽ ഇത് കോടതികൾ വഴി മാത്രമേ സാധിക്കൂ. ഇതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്നും ഭൂമി കയ്യേറ്റം കണ്ടെത്താൻ വനം, റവന്യൂ, സർവേ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കണമെന്നും നിയമ സെക്രട്ടറി ശുപാർശ ചെയ്യുന്നു. ഇവരുടെ റിപ്പോർട്ടിന്മേൽ പ്രത്യേക കോടതികൾ തീരുമാനമെടുക്കട്ടെ. ചുരുക്കത്തിൽ നോട്ടീസ് നൽകി തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ MG രാജമാണിക്യം നടത്തിയ ശ്രമങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. അതേസമയം പുതിയ നിയമത്തിന്റെ സാധ്യത പരിശോധിക്കാൻ നിയമവകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി പത്മാകരനെ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തി. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.